Hello my dear friends, welcome to Happy Beats TV. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു ജെല്ലാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറുത്ത പാടുകളൊക്കെ മാറ്റാനും അതുപോലെ സ്കാർസ് അതുപോലെ ഡ്രൈനെസ് ഒക്കെ മാറ്റാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൂടാണ്ട് ഇതിൽ ധാരാളം ഒമേഗ 3 ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റും ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചിട്ടാണ്. ഫ്ലാക്സ് സീഡിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഫ്ലാക്സ് സീഡ്. നമ്മൾ ഒന്നെങ്കിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ വെറുതെ കഴിക്കുകയൊക്കെ ചെയ്താൽ മതി. ഇത് വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ ഇത് കൂടാണ്ട് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലതാണ് ഫ്ലാക്സ് സീഡ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്, എന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞേ ഉള്ളൂ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഏത് ടൈം വേണമെങ്കിലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമ്മൾ വെച്ചതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഏജിലുള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാനായിട്ടും കഴുത്തിലെ കറുപ്പ് മാറാനായിട്ടും അതുപോലെ ആക്നെ മാറാനായിട്ടും അതുപോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഏത് ഏജിലുള്ളവർക്കും ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തേക്കും കഴിക്കാം, അതുപോലെ നമുക്ക് നമ്മുടെ ഫേസിൽ നമുക്ക് അതുപോലെ അപ്ലൈ ചെയ്യാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല സ്കിൻ ടോണൊക്കെ നല്ല ഹെൽത്തിയർ ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. കൂടാതെ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ കലവറിയാണ്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ ഫേസിനും നമ്മുടെ ബോഡിയിലും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ഏകദേശം 50 ഗ്രാമോളം ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഏകദേശം കാണാനായിട്ട് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഒരു ഏകദേശം മുതിരയൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു രൂപത്തിലൊക്കെയാണ് ഇത് ഇരിക്കുന്നത്. ഒരു ബ്രൗൺ കളറാണ് ഇതിന്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇരിക്കുന്ന ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വേണമെന്ന് വെച്ചാൽ 1 കപ്പ് വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, ഞാനിപ്പം കാണിക്കുന്ന 50 ഗ്രാമാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളത്തിലേക്ക് നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്ലാക്സ് സീഡ് ഇതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ഇതിനെ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അതിൽ കിടന്നിട്ട് നമ്മളുടെ വെള്ളം നമ്മൾ 1 കപ്പ് വെള്ളം നമ്മൾ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് വെള്ളമായിട്ട് കുറുകാനായിട്ട് സമ്മതിക്കാം. അത് നന്നായിട്ട് വെന്ത് നമുക്കതിലുള്ള എല്ലാം ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അത്രയും സമയം എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കുറുകി കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ എടുക്കത്തുള്ളൂ. കണ്ടോ, നന്നായിട്ട് കുറുകി പറ്റിയിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളമായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ചും കൂടെ കുറുകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പറ്റിക്കാനായിട്ട് വയ്ക്കാം. നമ്മൾ തീരെ വെള്ളം പറ്റാതെ സൂക്ഷിക്കണം, അടിയിൽ പിടിക്കാണ്ടേ സൂക്ഷിക്കണം. ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, നല്ലതായിരിക്കാം. ഞാൻ ഒന്നും കൂടെ ഒന്ന് പറ്റാനുള്ളൊരു സമയം കൂടെ കുറച്ചുകൂടെ ഒന്ന് പറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ തീ ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ആഗ്രഹിച്ച പരുവത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. നന്നായിട്ട് നമ്മളുടെ ജെൽ ഫോമിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ തണുക്കാൻ വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് പോകും. ഒരു തുണിയിൽ അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല വൃത്തിയുള്ളൊരു തുണിയിൽ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സീഡൊക്കെ ഉണ്ടെങ്കിൽ മാറ്റത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഈ ഒരു ഫോമിലേക്ക് കിട്ടും. നമുക്ക് കറ്റാർവാഴയുടെ ഒക്കെ എക്സ്ട്രാക്റ്റ് എടുക്കില്ല, ആ ഒരു പരുവത്തിലേക്ക് കിട്ടും. ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം, നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. മുഖത്ത് ഞാൻ പറഞ്ഞ പോലെ കറുത്ത പാടൊക്കെ മാറാനും വളരെ സിമ്പിളായിട്ടുള്ള റെമഡിയാണ്. വേറൊന്നും ഇതിൽ ചേർക്കേണ്ടതില്ല, ഇത് മാത്രം മതി. ഞാനിതിൽ കുറച്ച് റോസ് വാട്ടർ, എൻ്റെ ഒരു കംഫർട്ടബിളിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പൂൺ റോസ് വാട്ടറും ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളോട് മിക്സ് ചെയ്തിട്ടാണ് വെക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിച്ചാൽ സെയിം എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു സിമ്പിളായിട്ട് പാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാക്സ് സീഡ് എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഞാനിത് ജസ്റ്റ് നമ്മളൊന്ന് പാനിലൊന്ന് ഫ്രൈ ചെയ്യുന്ന ശേഷമാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ നാൾ നിൽക്കും. ഇതിലേക്ക് ഞാൻ ഒരല്പം റോസ് വാട്ടർ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. വേറൊന്നും ചേർക്കാനുള്ള
ഒരു 1-1.5 സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കയ്യോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നിങ്ങളുടെ കംഫർട്ടബിൾ പോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറൊന്നും ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്തിട്ടില്ല. നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഇത് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നന്നായിട്ട് സ്കിന്ന് ബ്രൈറ്റ് ആവാനും അതുപോലെ സ്കിന്നിൽ പിമ്പിൾസ്, ആക്നെ ഒക്കെ പ്രോബ്ലംസ് മാറാനും സൺടാൻ മാറാനും ഒക്കെ നല്ല. പിമ്പിൾസ് ഉള്ളവർക്കും ആക്നെ ഒക്കെ ഉള്ളവർക്കൊക്കെ വളരെ എഫക്റ്റാണ്. ഡ്രൈനസ് ഒക്കെ ഉള്ളവരുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പറഞ്ഞാലും തീരാത്തത്ര ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. സോ സിമ്പിളാണ്. ഇതുണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്മെൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിനകത്ത് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം ഒരു വൈറ്റമിൻ ക്യാപ്സുലോട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചേർത്തിട്ട് ഞാനത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്കൊരു 1 മന്തോളം ഒരു കുഴപ്പമില്ലാണ്ടിരിക്കും. അതുപോലെ പൗഡറായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം. നമ്മൾ എളുപ്പത്തിന് നമുക്ക് ജെൽ ഫോമിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യാം. ഇതാകുമ്പോഴത്തേക്കും പൊടിച്ച് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി. നമ്മൾ വെള്ളം ഒന്നും ഈർപ്പം ഉണ്ടാവാണ്ട് നോക്കിയാൽ മതി. എന്നിട്ട് നമുക്കിത് അപ്ലൈ റോസ് വാട്ടർ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടറിലാണെങ്കിൽ അപ്ലൈ ചെയ്യാം. വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഫ്ലാക്സ് സീഡ് നമുക്ക് എല്ലാ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു നമ്മുടെ സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൗഡറാണ് ഇത്. നമ്മൾ ഈ സെയിം ജെല്ല് തന്നെ നമുക്ക് ഹെയറിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം അല്ല 1 മണിക്കൂർ വെച്ചതിന് ശേഷം വാഷ് ചെയ്യണമെന്നല്ല, ഹെയറിനും വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മളുടെ ഹെയറിൻ്റെ ഡ്രൈനെസ് മാറാനും ഹെയറിൻ്റെ വളർച്ചയ്ക്കും വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഇതുണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ പൊടിച്ചും നമുക്ക് കീപ്പ് ചെയ്ത് വയ്ക്കാം. ഇത് വളരെ നല്ല ഗുഡ് റിസൾട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെമഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാർന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.